നമുക്കിന്ന് ബീഫ് കറി ഉണ്ടാക്കാം. ബീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പീസുകൾ എല്ലാം മാറ്റി കടിച്ച് കടിച്ച് തിന്നുന്നത് ചില ആൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉലത്തി വെക്കാം എന്ന് നോക്കാം. സാധാരണ ഈ ആട്ടിൻ്റെ കാലിൻ്റെ മുട്ടി ഇതൊക്കെ കൊണ്ടിട്ട് കുറച്ച് പ്രായമാകുമ്പോൾ നമുക്ക് കാല് വേദനയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ സൂപ്പ് കഴിക്കുന്നത് നല്ലതാണ്. അപ്പം അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് നമുക്ക് താളിച്ച് അതിന് സൂപ്പ് വേണ്ടി കുറച്ച് ലൂസായിട്ട് എടുക്കുന്ന സൂപ്പായിട്ട് കുടിക്കാം. അല്ലെങ്കിൽ അത് കറിയായിട്ടാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് നമുക്ക് ഏജ് കയറ്റുകയും മുട്ടുവേദന ശരീരവേദനയൊക്കെ ഉണ്ടാവും, ജോയിൻസ് പെയിൻസ്. അപ്പം അതിനൊക്കെ ഇത് വളരെ ഗുണം ചെയ്യുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ കാണിച്ചു തരാം. എല്ലാവരും വായോ. ആദ്യം കാര്യം പറയട്ടെ, എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. എനിക്ക് സപ്പോർട്ട് തന്നെ ഇതുവരെ എനിക്ക് തന്ന ആളുകൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനിയും കൂടുതൽ ആളുകൾ ചെയ്താൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതുവരെ ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം. ഒരു കൂടെ കിച്ചൺ വെച്ചിട്ട് നമുക്കതിലേക്ക് സവാള. നമുക്കിതിലേക്ക് ഇനി ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, വേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഈ കുറച്ച് വെക്കാം. നമുക്കതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും നമുക്ക് തട്ടാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. മട്ടൻ്റെ എല്ലും മാംസവും ഒക്കെ കൂടിയുള്ളത് അങ്ങോട്ട് ഇടാം. കണ്ട, എല്ലും എല്ലാം കൂടി മിക്സ് ചെയ്താണ് വാങ്ങിച്ചിരിക്കുന്നത്. മുളകിൻ്റെ കുത്തിലേ ഉണ്ട് കുറച്ച്. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് അങ്ങനത്തെ മസാല ഒന്ന് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടന്നൊന്ന് തിളക്കണം നന്നായിട്ട്. അപ്പോൾ സൂപ്പായിട്ട് ഉള്ളതും ഇതൊക്കെ നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം. കാരണം ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇത് ചാറായിട്ട് സൂപ്പ് തന്നെയാണ് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. ഇത് കറിയായിട്ട് ഉപയോഗിക്കാം. ഒന്ന് മിക്സ് ആയിക്കോട്ടെ. എൻ്റെ കുട്ടിക്കാലത്ത് ഇതുപോലെ മട്ടൻ്റെ പീസുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആദ്യം മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഒക്കെ കൂടിയിട്ട് അത് പുഴുങ്ങി കുരുമുളകും കൂടി ഇട്ടിട്ടാണ് അത് സൂപ്പാക്കുന്നത്. സൂപ്പാക്കിയിട്ട് സൂപ്പ് കറന്നൊക്കെ കൊടുക്കും. അതിൻ്റെ പീസുകളുണ്ടല്ലോ അത് കുട്ടികൾക്കായിട്ട് താളിച്ച് നമുക്ക് ഇതുപോലെ ഇതിൽ ഡ്രൈ ആക്കിയിട്ട് സൂപ്പ് അവിടെ എടുത്തിട്ട് അതിൻ്റെ പീസുകൾ വന്ന് നമുക്ക് ഇതുപോലെ താളിച്ച് കുട്ടികൾക്ക് തരും. അങ്ങനെ ചെയ്യും. അത് കുരുമുളക്, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇത്രയിട്ട് പുഴുങ്ങിയിട്ടാണ് അത് എടുക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ മട്ടൻ സൂപ്പ് എടുക്കുന്നത്. ഇതിപ്പോൾ മട്ടൻ പീസുകൾ ഇങ്ങനെ നല്ലൊരു കറി പോലെ ആക്കി എടുത്തു. സൂപ്പാണ് എന്നാൽ പോലെ അത് കറിയാക്കി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായി തിളക്കുന്നുണ്ട്. ചാറാക്കിലും പറ്റി പോവാതെ എടുക്കുക. ഇങ്ങനെ ഈ എല്ലുള്ള കറി, എല്ലുള്ള ഇറച്ചി വെക്കുന്നത് ഇങ്ങനെ പലതരത്തിൽ വെക്കുന്നുണ്ടാവും. ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് തന്നെ പറയണത്, ഒന്ന് വിചാരിക്കരുത്. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, എങ്കിൽ മാത്രമേ എനിക്ക് ഇനി വീഡിയോസ് ഇടാൻ പോലും പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി.